അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എജുപീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ബി എ അഫ്ദൽ ഉലമയുടെ തേർഡ് സെമ്മിൻ്റെ പേപ്പറായിട്ടുള്ള എലമെൻറ്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞൊരു നവംബർ 2022 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യ ഭാഗത്തുള്ള കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളാണ് നമ്മളിവിടെ കണ്ടെത്തുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനുകൾ വരിക, എത്ര മാർക്ക് ഉണ്ടാവും എന്നൊക്കെ ഒരു ധാരണ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്യുന്ന ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ വളരെ നല്ലതാണ്. വീഡിയോ ഏതായാലും പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും അതുപോലെ നമ്മുടെ ആൻസർ കീയുടെയും ഒക്കെ PDF ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. 200-ലധികം മെമ്പേഴ്സ് ഓൾറെഡി ഇപ്പോൾ നമ്മളെ വിക്കിപീഡിയയുടെ അഫ്ദൽ ഉലമ ടെലഗ്രാം ഗ്രൂപ്പിലായി കഴിഞ്ഞു. ഈ ഗ്രൂപ്പിൽ അംഗമാകുവാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുന്ന ലിങ്ക് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ നിങ്ങൾ നോക്കൂ, പിന്നെ തേർഡ് സെമ്മിൻ്റെ എലമെൻറ്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജസ് അതിൽ ആദ്യ ഭാഗത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചല്ലോ. അജീബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി ഫി ജുംലത്തിൻ ഔ ജുംലത്തൈനി. ഒന്നോ രണ്ടോ ജുംലയിൽ ഉത്തരം എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ കാണുന്ന ക്വസ്റ്റ്യൻ മാ അൻവാഉൽ അലമി, അലമിൻ്റെ ഇനങ്ങൾ ഏവ എന്നുള്ളതാണ്. നമ്മൾ മാരിഫ ആവാനുള്ള കാര്യങ്ങൾ പറഞ്ഞെടുത്ത്, മാരിഫൻ്റെ വിവിധ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ അലമ് പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിൽ അലമിൻ്റെ വിവിധ രൂപങ്ങളാണ് അവിടെ നമ്മൾ ചർച്ചയാക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഒന്നാമത് പറയുന്നത് അൻവാഉൽ അലമി, അലമിൻ്റെ ഇനങ്ങൾ മുഫ്രദുൻ, ഒന്ന് മുഫ്രദാണ്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെയാണ്. ഉമർ, ഉമർ എന്ന പോലെയാണ്. ഇപ്പോൾ ഉമർ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കാണ്, ആ പേര് ഒറ്റ ലഫ്ദേ ഉള്ളൂ. രണ്ടാമത്തെ മുറക്കബാണ്. ഈ മുറക്കബ് തന്നെ രണ്ട് തരത്തിലുള്ള മുറക്കബുണ്ട്, അതുകൊണ്ടാണ് രണ്ടായിട്ട് പറയുന്നത്. മുറക്കബുൻ തർക്കീബുൻ ഇലാഫിയുൻ, ഇലാഫിയായ തർക്കീബ് എന്ന് വെച്ചാൽ അതിൽ രണ്ട് അലമുകൾ ആണ് കൂട്ടിച്ചേർത്തിട്ട് ഇലാഫത്തായിട്ട് ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. ഉദാഹരണം പറഞ്ഞാൽ ബ്രാക്കറ്റിൽ കാണുന്ന പോലെ അബ്ദുൽ ഖാഹിർ, അബ്ദുൽ ഖാഹിർ എന്ന് പറഞ്ഞാൽ അബ്ദ് എന്ന് പറയുന്ന അലമിനെ ഖാഹിറിലേക്ക് വേണ്ടി ഇലാഫത്ത് ചെയ്താണ്. അങ്ങനെ ഇലാഫത്ത് ചെയ്തുകൊണ്ട് കൂട്ടിച്ചേർക്കുന്നതിനാണ് തെർക്കീബ് ഇലാഫി എന്ന് പറയുന്നത്. വേറൊരു പിന്നെ അലമിൻ്റെ ഇനം മുറക്കബ് തന്നെ, പക്ഷെ മുറക്കബ് മസ്ജിയാണ്. മസ്ജിയായ മുറക്കബ് എന്ന് പറയും. മസ്ജിയായ മുറക്കബ് എന്ന് പറഞ്ഞാൽ രണ്ട് കെലിമത്തുകളാണ്. ആ രണ്ട് കെലിമത്തുകൾ പിന്നെ നമ്മൾ ഒറ്റ വാക്കായിട്ട് കൂട്ടിച്ചേർത്ത് ഒട്ടിച്ചു വെക്കുന്ന പോലെ ഉപയോഗിക്കുന്നതിനാണ് എന്താ പറയുക, ഇലാഫത്തായിട്ടല്ല, അല്ലാതെ നമ്മൾ ഒറ്റ കെലിമത്താക്കി മാറ്റുന്നതിനാണ് എന്ത് പറയുന്നത്, മസ്ജിയായ മുറക്കബ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ന്യൂ എന്ന് പറയുന്നത് വേറെയാണ്, കാസിൽ എന്ന് പറയുന്നത് വേറൊരു വാക്കാണ്. ബ്രസീലിലെ ന്യൂ കാസിൽ നമുക്ക് വളരെ പ്രസിദ്ധമായ ഒരു നഗരിയുടെ പേരാണ്. അപ്പോൾ നോക്കുമ്പോൾ അതിൽ ന്യൂ എന്ന് പറയുന്നത് വേറൊരു വേർഡാണ്, കാസിൽ എന്ന് വേറൊരു വേർഡ്. അത് രണ്ടും കൂടി ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ന്യൂ കാസിൽ എന്ന് പറയുന്ന മസ്ജിയായ മുറക്കബ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അതാണ് മറ്റൊരു ഐറ്റം. വേറൊന്ന് മഖ്തുമും ബി കലിമത്തി വൈഹി, വൈഹി എന്ന് പറയുന്ന കലിമത്ത് കൊണ്ട് അവസാനിപ്പിക്കപ്പെട്ട ഇതാണ് വേറൊരു അലമിൻ്റെ ഐറ്റം. ഇതുപോലെ സീബ വൈഹി പോലെ. വേറൊന്ന് ഇസ്നാദിയൻ, അല്ലെങ്കിൽ ഒരു വാക്കിന് മറ്റൊരു വാക്കിലേക്ക് ചേർത്തി ഇസ്നാദിലൂടെ ചേർക്കുന്ന അങ്ങനെ ഉണ്ടാകുന്ന അലമുകൾക്കാണ് ഇസ്നാദി എന്ന് പറയാം. അപ്പൊ സിറു മൻ റആ എന്നൊക്കെ പറയുന്ന പോലെ അതിൽ ഒരു മുസ്നദും മുസ്നദിലേക്കുള്ള രൂപത്തിലാണുള്ളത്. സിറു മൻ റആ ഒറ്റ നോട്ടത്തിൽ അതൊരു പിന്നെ സെന്റൻസ് പോലെയൊക്കെ തോന്നിയേക്കും, പക്ഷെ അത് പിന്നെ സംഭവം അങ്ങനെ സെന്റൻസ് ആണ്. മുസ്നദും മുസ്നദിലെയും കൂടിയ ഒരു സെന്റൻസ് ആണ്. പക്ഷെ അതിനെന്താക്കി പിന്നീട് ഒരു പട്ടണത്തിന്റെ അലമാക്കി മാറ്റുകയാണ് ചെയ്തത്. അതാണ് അലമുകളുടെ വിവിധ ഇനങ്ങൾ. കൂട്ടത്തിൽ അലമുകളെ നമുക്ക് വീണ്ടും വേറൊരു ഐറ്റമായിട്ട്
ഇസ്മലമ്, ലഖബലമ്, കുഞ്ഞത്തലമ് എന്നും തരംതിരിക്കാം. ഇതിലിപ്പോ അലമിന്റെ ഇനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ് ഉദ്ദേശിച്ചിട്ട് അവിടെ വ്യക്തമായി പറയാത്തത് കൊണ്ട് രണ്ടും ഷോർട്ടാക്കിയിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതും കൂടി ഉൾപ്പെടുത്താവാണെങ്കിൽ കദാലിക യൻഖസിമുൽ അലമു ഇസ്മൻ വലഖബൻ വകുഞ്ഞത്തൻ. അതും അലമിന്റെ ഐറ്റം തന്നെയാണ്. ഇസ്മലമ് അതുപോലെ ലഖബലമ്. ലഖബലമ് എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേരുകൾ ഉണ്ടല്ലോ. അതുപോലെ കുഞ്ഞത്തലമ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉമ്മ വാപ്പ മക്കളിലൊക്കെ ചേർത്തിട്ടുള്ള അബു ഉബൈദ, ഉമ്മു ഉമാറ, അതുപോലെ അങ്ങനെയൊക്കെ പറയുന്ന പ്രയോഗങ്ങൾക്കാണ് കുഞ്ഞത്തലമ് എന്നൊക്കെ പറയാം. അപ്പൊ ഇങ്ങനെ അലമുകൾ ഐറ്റം ഈ പറയുന്നവയൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത് നോക്കൂ. മാ ശുറൂത്തു ജംഇൽ മുദക്കർ അസ്സാലിമി ഫിൽ അലാമി. അലമുകളിലുള്ള ജമ്മു മുദക്കർ സാലിമിന്റെ ശുറൂത്തുകൾ ഏവ? ഓക്കെ, നമുക്ക് പോയി നോക്കാം. ജമ്മു മുദക്കർ സാലിമിന് നമ്മൾ പറയാറുണ്ട്, അതിന്റെ ഏറാബ് ലഭിക്കണമെങ്കിൽ മുദക്കർ സാലിമിന്റെ ഏറാബ് മുസ്ലിമൂൻ എന്നൊക്കെ പോലെയുള്ള വാക്കുകൾ അതിന്റെ ഏറാബ് ലഭിക്കണമെങ്കിൽ കുറെ ശുറൂത്തുകൾ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കൂ, ജമ്മു മുദക്കർ സാലിമിന്റെ ശുറൂത്തുകൾ എന്ന് വെച്ചാൽ ഷുറൂത്തു ജമ്മിൽ മുദക്കരി സാലിമി ഫിൽ അലാമി അൻ യകൂന ലി മുദക്കരിൻ ആഖിലിൻ. ആ ജമ്മ് എന്തായിരിക്കണം? ഒരു മുദക്കറിൻ്റെതായിരിക്കണം. അപ്പൊ ജമ്മു മുദക്കർ എന്നുള്ളതിൽ ഒരിക്കലും മുഅന്നസിന്റെ വരാൻ പറ്റൂലല്ലോ. ആ പേരിൽ തന്നെ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ജമ്മു മുദക്കർ സാലിമിന്റെ അറാബ് നമ്മളൊരു അലമിന് അല്ലെങ്കിൽ ഒരു സംഗതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഓർത്ത് വെക്കുക? ആ ഇസ്മ എന്തായാലും മുദക്കറിൻ്റെതായിരിക്കണം. അതേ പ്രകാരം അത് ആഖിലാവും വേണം. അല്ലാതെ ബുദ്ധിയുള്ള സാധനങ്ങൾക്ക് പറയുന്നതാണ്. അപ്പോൾ ഒരു ആക്കിലാവാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഒരു ആക്കിലായ ആളിൻ്റെതാണ്. ഉദാഹരണം നോക്കുക. ഇപ്പോൾ സാധാരണ ജമ്മു സാലം എടുക്കുന്നത് അങ്ങനെയുള്ള ആക്കിലായ ആളുകളുടേതായിരിക്കും. പിന്നെ അതുപോലെ ഖാലിയം മിനത്തായി, അതുപോലെ തായിൽ നിന്ന് മോചിതനായിരിക്കും എന്ന് വെച്ചാൽ താ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പൊ ഹംസ ഒക്കെ പോലെയുള്ള വാക്കുകൾ നമുക്കത് മുദക്കർ സാലിമാക്കാൻ കഴിയൂല. അതേപ്രകാരം മുഅ്മിന തെർക്കീബിൽ നിന്ന് മോചിതനായിരിക്കണം. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് തെർക്കീബുകളെ കുറിച്ച് പറഞ്ഞല്ലോ, 6 പദവുമായി കൂടിച്ചേർന്ന് വരുന്ന. അപ്പൊ അങ്ങനെ ഒന്നും ഉള്ളതാവാൻ പാടില്ല. മുസ്ലിമുൻ എന്ന പദം നോക്കുമ്പോൾ നമുക്ക് മുസ്ലിമൂൻ എന്നാക്കി സുഖമായി ജമ്മ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഈ പറയുന്ന നിബന്ധനകളൊക്കെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആണ് കുറെ നിബന്ധനകൾ ജമ്മു മുദക്കർ സാലിമിന് അതിന്റെ ഏറാബ് അളക്ക് ലഭിക്കാൻ നിബന്ധനകൾ പറയുന്നുണ്ട്. ആ നിബന്ധനകളാണ് ഇവ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് എന്താ പറയുന്നത്? കൈഫ യകൂനു സിലത്തു ഇസ്മുൽ മൗസൂലി. കൈഫ തകൂനു സിലത്തു ഇസ്മുൽ മൗസൂലി. ഇസ്മുൽ മൗസൂലിന്റെ സില എങ്ങനെ ആകും എന്നാണ് ചോദ്യം. നോക്കാം. അപ്പൊ അതില് പറയുന്നുണ്ട്, പിന്നെ ഒരു ഇസ്മു മൗസൂലിം ഇസ്മും അല്ലതി ഒക്കെ ഇട്ടാനുള്ള പ്രയോഗങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോ ഒരു തക്കൂന് സിലത്തുൽ മൗസൂലി ജുംലത്തൻ ഫീലിയ. ഒരു മൗസൂലയുടെ സില എപ്പോഴും എന്തായിരിക്കും? ഒരു ഫീലിയ ജുംലയാകും. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലദീ യഫഅലു അല്ലെങ്കിൽ അല്ലദീ യനാമു എന്നൊക്കെ പറയും. അപ്പൊ ചിലപ്പോൾ എന്തുണ്ടാവും, ഈ മൗസൂല കഴിഞ്ഞിട്ട് ശേഷം വരുന്ന ചിലപ്പോൾ ഒരു ഫീലിയായ ജുംലയാവാം. റഅയ്തു റജുലൻ അല്ലദീ കാന യനാമു ഫിൽ മസ്ജിദി ബിൽ അംസി എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്താണ്, പിന്നെ നമ്മൾ ഈ സില അവിടെ ഒരു ഫീലിയ ജുംലയായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഇസ്മിയ ജുംലയാക്കാൻ പറ്റും. റഅയ്തു റജുലൻ അല്ലദീ, ഉദാഹരണം മനസ്സിൽ വരുന്നില്ല. അപ്പൊ ഏതായാലും ഇസ്മിയ ജുംലയായിട്ടും അല്ലദീ എന്താ ചെയ്യാ, പിന്നെ സോറി അല്ലദീ എന്നല്ല, മൗസൂലയുടെ സില അത് ഇസ്മിയ ജുംലയായി വരാനും പറ്റും. അതുപോലെ ലർഫായിട്ട് വരാൻ പറ്റും. ജാറ് മജ്റൂറായിട്ട് അതിനും വരാൻ പറ്റും. ഇത് ഓർത്ത് വെച്ചാൽ മതി. എനിക്ക് ഉദാഹരണങ്ങൾ കിതാബുകളിൽ നോക്കിയാൽ നമ്മളെ കിതാബിൽ ഉണ്ട്. ഇതിലിപ്പോൾ ഞാൻ കിതാബിൽ നോക്കിയിട്ടാണ് പറയുന്നത്. പക്ഷെ അത് അതിന്റെ പേജുകൾ അത് പറയുന്ന ഭാഗങ്ങളൊന്നും നോക്കിയാൽ മതി ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അതിന്റെ ഉദാഹരണങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഞാനതൊരു ഉത്തരം മാത്രം എഴുതിയെടുത്തതാണ്. നാലാമത്തത് അൽ മുഅറഫു പിന്നെ ബിന്നിദായി. അല്ല, ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മൽ മഫ്ഹൂം മിനൽ മുഅറഫ് ബിന്നിദായി. നിദ കൊണ്ട് മാരിഫയായത് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മാരിഫയാകുന്നതിന് നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അതിൽ പെട്ട ഒന്നാണ് നിദാ. നിദാ കൊണ്ട് എന്തുണ്ടാവും, ഒരു സംഗതിക്ക് മാരിഫൈ ആയി മാറും അല്ലെ. ഇപ്പൊ നെക്കിറ പോലെ അല്ലല്ലോ, നമ്മളൊരാളെ പേരെടുത്തിട്ട് ഒരാളെ വിളിക്കുന്ന സമയത്ത് അവിടെ ഒരു തഈന് വരുന്നുണ്ട്. ഉദാഹരണം അൽ മുഅറഫു ബിൻ നിദായി മുനാദൻ ഖസദ തഈനഹു ഫക്തസബ തഅരീഫ ബിഹാദൽ ഖസ്ദി. എന്തെയാണ് നമ്മൾ നിദാഹ് കൊണ്ട് നമ്മൾ ഒരു പ്രത്യേക വ്യക്തിയെ തഈൻ ചെയ്യൽ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ഒരാളെ പേരെടുത്ത് വിളിക്കുകയാണെങ്കിൽ അതുകൊണ്ട് താരീഫ് ലഭിക്കുന്നുണ്ട് ഈ അർത്ഥത്തിൽ എന്നാ പറയുന്നത്. ശരി തന്നെയാണല്ലോ. അപ്പൊ നമ്മള് നിക്കറ എന്ന് പറയുമ്പോൾ നമ്മള് പ്രത്യേകം ഒരാളെ മുഅയ്യനല്ലാത്ത അങ്ങനെ വരുന്ന ആൾ. ഇപ്പൊ നിക്കറകള് ഇപ്പൊ റജുലുൻ എന്ന് പറയുമ്പോൾ ഏത് റജുലും ആവാം ലോകത്തില്. പക്ഷെ നമ്മള് മാരിഫൈ ആവുന്ന സമയത്ത് അങ്ങനല്ല. ഉദാഹരണം പറയാം, ഒരാള് ഒരു കൂട്ടം ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ഒരാൾ എന്ത് വിളിക്കും, യാ സൽമാൻ എന്ന് വിളിക്കും. അപ്പൊ അവിടെ കൂട്ടത്തിൽ സൽമാൻ ഉണ്ട്. അപ്പൊ സൽമാൻ തന്നെ ഒരൊറ്റ വ്യക്തിയെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലൂടെ തന്നെ എന്ത് ചെയ്തു, ഒരു കൂട്ടം ആളുകളിൽ നിന്ന് പോയിട്ട് അത് പ്രത്യേകമായ വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങുന്നു. അപ്പൊ അതെന്താണ്, നിദാഹ് കൊണ്ടാണ്, നമ്മൾ അയാളെ വിളിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ മാരിഫയുടെ അസ്ബാബുകളിൽ പെട്ട ഒരു സംഗതി കൂടിയാണ് ഇത് ഈ പറയുന്ന നിദാ. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഇനി അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, എന്തായാലുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കൂ, മാ മഹല്ലുൽ ഇഅ്റാബി ലിൽ ജുംലത്തി അല്ലത്തി തഹ്തഹാ ഖത്തുൻ. താഴെ ഒരു ജുംല ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത്, ഖാലൽ മുത്തഹിമു ഇലാ ബരീഇൻ. ഇതാണിപ്പോ ജുംല ഉള്ളത്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് നോക്കുക. നമ്മളെ പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ വന്ന ഉദാഹരണങ്ങളൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും, അത് തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. ഇപ്പോൾ ഇതിപ്പോൾ അങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എലമെന്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജ് എന്ന ബുക്ക് എടുത്ത് നോക്കിയാൽ കാണാം, ഇതേ ജുംല തന്നെ അവിടെ ഉദാഹരണമായി കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് ഇപ്പൊ അതിന്റെ പ്രശ്നം എന്ന്. പേജ് നമ്പർ 235 എൻ്റെ കയ്യിലുള്ള ബുക്കിലുള്ളത്. നിങ്ങളൊന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിങ്ങളെ പുസ്തകം എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഇതേ ഉദാഹരണം രണ്ടാമത്തെ ഒരു ഉദാഹരണമായി അവിടെ കൊടുത്തത് കാണാം. ഇറാബുൽ ജുമൽ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന് കീഴിൽ ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് മറച്ചു വെക്കാൻ മതി. ഓക്കെ, അപ്പൊ അതില് ഉത്തര ഭാഗം പറയുന്ന ഭാഗം മാത്രം ഞാൻ പറയാം. നിങ്ങൾ ആ ഭാഗം നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ അതില് മഹല്ലിയായ ഇറാബുകൾ വരുന്ന ചില ജുംലകളാണ് ഉദാഹരണം പറയുന്നത്. അപ്പൊ ഇതില് പെട്ട ഒരു സംഭവം, ഒരു ഉദാഹരണമാണ് ഈ ഈ പറഞ്ഞ ചോദ്യത്തിൽ വന്ന വാക്ക്. ഇത് എന്താ പറഞ്ഞത്, കാലൽ മുത്തഹിമു ഇന്നീ ബരിയു. ഇതിന്റെ അർത്ഥം എങ്ങനെയാണ്, കാലൽ മുത്തഹിമു, ഈ മുത്തഹമു, ഈ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി അയാൾ പറഞ്ഞു, ഇന്നീ ബരിഉൻ, ഞാൻ എന്താണ് മോചിതനാണ്, ഞാൻ തെറ്റും ചെയ്തിട്ടില്ല എന്നയാള് ഏറ്റു പറഞ്ഞു എന്നാണ് ഉള്ളത്. ഇവിടെ ഉള്ളൊരു വിഷയം, ഇപ്പൊ നമ്മള് ആ ഭാഗം ആ ചാപ്റ്റർ ഡീറ്റെയിൽ ആയി നോക്കുക. എല്ലാം കൂടി ഇവിടെ പറയാൻ കഴിയില്ലല്ലോ. അതിൽ ആശയം നമുക്ക് ചർച്ച ചെയ്യില്ല, അതിൽ പറയുന്ന വിഷയം മാത്രം. അപ്പൊ അതില് ഇവിടെ ഈ കാല എവിടെ വന്നാലും കാലക്ക് ഒരു മക്കൂൽ ഉണ്ടാവും. കാല തന്നെ പറഞ്ഞു എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും, എന്താണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത് എന്നുള്ളത് ഉണ്ടാവുമല്ലോ. അതാണ് പിന്നെ ഈ രണ്ട് പുള്ളി ഇട്ടതിന്റെ ശേഷം വരാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാല് ഇന്നീ ബരിയുന്ന നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതിന്റെ ലാഹിറിൽ കാണുന്നത് റിസ്മിയ ജുംല, നിശ്ചയം ആകുന്നത് ബരിയും, ഞാൻ മോചിതനാണ്, ഞാൻ കുറ്റം ചെയ്തയാളല്ല. ഒരു മുത്തയും ഖബറൊക്കെ കൂടിയ ഒരു ജുംലയാണ് ഒറ്റനോട്ടത്തിൽ നമ്മൾ അതിന്റെ ലഫ്ദിൽ കാണുന്നത്. പക്ഷെ തത്വത്തിൽ അതെന്താണ്, ഈ കാല എന്ന് പറയുന്നതിന്റെ മഫൂലാണ്. കാല എന്ന് പറഞ്ഞതിന്റെ മഫൂലാണ് അർത്ഥത്തിൽ. അത് മഹല്ലിൽ ഇറാബാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ജുംലത്തു ഇന്നി ബരിയുൻ ഫി ഹാദൽ മിസാലി, ഈ ഉദാഹരണത്തിൽ ഇന്നി ബരിയുൻ എന്ന് പറയുന്ന ജുംല മഖൂലുൽ ഖൗലി എന്ന കാലയുടെ മഖൂലാകുന്നു. കാല പറഞ്ഞു, എന്ത് പറഞ്ഞു, ഇന്നി ബരിയുൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നി ബരിയുന്ന് ആ രണ്ട് പുള്ളിയുടെ ശേഷം വരുന്നത് ഉണ്ടല്ലോ, അത് എന്താണ്, കാലയുടെ മഖൂലാണ്. അപ്പൊ അത് ഫൈദാ ഹിയ മഫൂലും ബിഹി, അപ്പൊ അത് മഫൂലും ബിഹിയാണ്. മഫൂലും ബിഹി എങ്ങനെയാവുന്ന ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞു, എന്ത് പറഞ്ഞു, ഇന്നത് പറഞ്ഞു. അപ്പോൾ മക്കൂല് ലാ യകൂനു ഇല്ലാ മൻസൂബൻ, അപ്പൊ സ്വാഭാവികമായിട്ടും മക്കൂല് മൻസൂബായിട്ടല്ലാതെ ഉണ്ടാവൂല. അപ്പൊ നെസ്ബ് അവിടെ ഉള്ളത് അവിടെ കാണുന്നില്ലല്ലോ, ഒരു ഇസ്മിയ ജുംലയാണ്, അവിടെ എന്താവൂല, നെസ്ബ് കാണൂല. അപ്പൊ ആ നെസ്ബ് ഇവിടെ ഉണ്ടാവുക അത് ഇറാബിലാണ് സോറി, പിന്നെ
മഹല്ലിലാണ് ഉണ്ടാവുക. അതോടെ അതിന്റെ സ്ഥാനം ശരിക്കും പറഞ്ഞാൽ ഇന്നി വരി എന്ന് പറയുന്നതിന്റെ മഹല്ലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ശരിക്കും നെസ്ബാണ് വരേണ്ടത്. കാരണം അത് മഫൂലിന്റെ സ്ഥാനത്താണ്. അതിനാണ് നമ്മൾ മഹല്ലിയായ അറാബ് എന്നൊക്കെ പറയാം. ആ ചാപ്റ്റർ ഡീറ്റെയിൽ ആയി നോക്കിയാൽ ആ പറയുന്ന വിഷയം ഒന്നുകൂടെ ക്ലിയർ ആവും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെലഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. والمقول لا يكون إلا منسوبا فالجملة إذن في محل نسب. അപ്പൊ ഇവിടെ ഇന്നി വരി എന്ന് പറയുന്ന ഇസ്മിയായ ജുംല ഒരു നസ്ബ് കിട്ടേണ്ട സ്ഥാനത്താണ്. അതിന് മഹല്ലിൽ ഇറാബ് നസ്ബാണ്, കാരണം അത് മഫൂൽ ബിഹിന്റെ സ്ഥാനത്താണ്. ഓക്കെ, ഇത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് മറിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. മഹല്ലുൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തല്ലോ. ഇനി 6, ഉക്തുബ് തസ്ഗീർ അൽ അസ്മാഇൽ ആത്തിയ. താഴെ കൊടുത്ത ഇസ്മുകളുടെ തസ്ഗീർ എന്താ ചെയ്യുക, തസ്ഗീർ നിങ്ങൾ ഈ പുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന് ഒരുപാട് നിയമങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ഇത് സാധാരണ തസ്ഗീറിന്റെ ഏറ്റവും സിമ്പിളായ മാർഗം ഫുഅയിൽ വസ്നിലേക്ക് മാറ്റലാണ്. പക്ഷെ അത് എല്ലായിടത്തും അങ്ങനെ തന്നെയല്ല. ചില സ്ഥലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പം എന്ത്, ഹിബത്ത് എന്ന് പറയുന്ന ഉദാഹരണം നോക്കൂ. ഹിബത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാധാരണ നിയമം നമ്മൾ പറഞ്ഞു ഫുഅയിൽ വസ്നിലേക്ക് മാറ്റാത്തേ ഉള്ളൂ. ചില സന്ദർഭങ്ങളിൽ ആ നിയമങ്ങൾ തെറ്റി വരാറുണ്ട്. ഇതിൽപ്പെട്ട ഒന്നാണ് എന്ത്, ഈ മസ്തർ നമ്മൾ പറയുന്ന സമയത്ത് അതില് ഏതെങ്കിലും അക്ഷരം കളയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തസ്ഗീറാക്കുമ്പോൾ ആ കളയപ്പെട്ട അക്ഷരം അടക്കം തിരിച്ചു വരും. ഇതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോ ഹിബത്ത് നമ്മൾ മസ്തർ പറയുമ്പോൾ ശരിക്കും അതിന്റെ ആദ്യം നോക്കുമ്പോൾ വഹബ എന്നാണല്ലോ. വഹബ ദാനം നൽകി, ഹിബത്ത് പറഞ്ഞ ദാനം എന്നാണല്ലോ. അപ്പൊ അസുലിൽ അവിടെ ഒരു വാവ് കളയപ്പെട്ടിട്ടുണ്ട്. ആ കളയപ്പെട്ട വാവ് അടക്കം തസ്ഗീറാക്കുമ്പോൾ തിരിച്ചു വരും. അപ്പോ ഹിബത്തിന്റെ തസ്ഗീർ പറയുമ്പോൾ ഹുബൈത്ത് എന്നല്ല പറയാം, പിന്നെ എന്താ പറയേണ്ടത്, ആ വാവ് തിരിച്ചു കൊണ്ടുവരാം, അതിന്റെ ഉഹൈബത്ത് എന്ന് പറയാം. അപ്പൊ അതിന്റെ തസ്ഗീർ ഏതാണ്, ഉഹൈബത്ത് എന്നാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതേപ്രകാരം ഹിന്ദ് എന്നുള്ളത് ഹുനൈദത്ത് എന്നാണുള്ളത്. അത് പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, സിമ്പിളാണ്. സുഹറ എന്നുള്ളത് സുഹൈറ എന്നാണ് വരിക കേട്ടോ. ഈ പറഞ്ഞതും ഒക്കെ എന്താണ്, പേജ് നമ്പർ 120 നിങ്ങളത് നോക്കിയാൽ അതിന്റെ കാരണങ്ങളും മറ്റൊക്കെ അവിടെ പറയുന്നുണ്ട്. എല്ലാം കൂടി പരത്തി ഇവിടെ പറയുന്നില്ല. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. പേജ് നമ്പർ 120 ആണ് എൻ്റെ ഓർമ്മ ഈ പറയുന്ന ഭാഗം പറയുന്നത്. പിന്നെ അതുപോലെ മത്താർ എന്നുള്ളതിൻ്റെ മുത്തയ്യിർ എന്ന വരെ, മത്താറുൻ മുത്തയ്യിറുൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. അടുത്ത ഒരു ക്വസ്റ്റ്യൻസ് എന്താണ് പറയുന്നത്, പിന്നെ 7-മത്തത്, മാതാ യനി ബിൽ മൻസൂബി. മൻസൂബ് എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, പിന്നെ മൻസൂബ് എന്ന് പറഞ്ഞാലേ സംഭവം നിങ്ങൾ അതും ഈ പുസ്തകത്തിൽ നോക്കിയാൽ വളരെ വ്യക്തമാകും. ആ ഭാഗം വരുന്ന ഭാഗം നോക്കിയാൽ മതി. മൻസൂബ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നാടിലേക്കോ മറ്റോ ഒക്കെ ചേർത്തിട്ട് പറയുന്ന നിസ്ബയ്യാന്ന് പറയും. മക്കയിലുള്ള ഒരാളിലേക്ക് ചേർത്തിട്ട് അയാൾ മക്കാരനാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരാള് അമേരിക്കയിലുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ അമേരിക്കനാണ് എന്ന് പറയുമ്പോൾ അംരീക്കി എന്ന് പറയാം. പാകിസ്ഥാനിലുള്ള ഒരാളെ സംബന്ധിച്ച് പറയുമ്പോൾ അയാൾ പാകിസ്ഥാനി എന്ന് പറയാം. ഇന്ത്യക്കാരിലേക്ക് ചേർത്ത് പറയുമ്പോൾ ഹിന്ദി, ഹീസ് ആൻ ഇന്ത്യൻ എന്നാണ് പറയാം. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ നിസ്ബ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മൻസൂബു, ഈ മൻസൂബ് എന്ന് പറഞ്ഞാൽ മാ ലഹിഖ ആഖിറുഹു, അതിന്റെ അവസാനം ചേരുന്ന ഒന്നാണ്. യാവുൻ മുഷദ്ദത്തുൻ മക്സൂറുൻ, കസ്റുള്ള ഷദ്ദുള്ള യാവ് കൂടി ചേരും. മക്സൂരിൻ മാ ഖബലഹ, അതിന് എങ്ങനെ, അതിന്റെ തൊട്ട് മുമ്പ് മക്സൂർ ആയിരിക്കും. പിന്നെ ലിദ്ദലാലത്തി അലാ നിസ്ബത്തിഹി ഇലൽ മുജറദി മിൻഹ, അതിൽ ഈ പറയുന്ന യാ ഇല്ല എങ്കിൽ ആ യാ ഇല്ലാതെ വരുന്ന സമയത്ത് വരുന്ന ആ നാടുണ്ടാവില്ല, ആ നാടിലേക്ക് നിസ്ബ ചെയ്യാൻ വേണ്ടി നിസ്ബ എന്നതിന്റെ മേൽ അറിയിക്കുന്നതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുത്ത് വെക്കിയാൽ മതി. ഇപ്പം മിസ്ർ, മിസ്ർ എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ പേരാണ്. അപ്പൊ ആ നാടിലേക്ക് ചേർത്തി പറയാൻ എന്ത് ചെയ്താൽ മതി,
അവസാനത്തിന് മുമ്പുള്ളതിന് കെസർ കൊടുക്കുക, അവസാനം ശുദ്ധുള്ള യാവും കൊടുക്കുക. മിസ്രിയുൻ, ഈസ് ഈജിപ്ഷ്യൻ. പറഞ്ഞു മനസ്സിലായത്. ഇതേപോലെ ഓരോന്നും പാകിസ്ഥാനി എന്നാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ അവസാനം ശുദ്ധുള്ള യാവ് കൊടുക്കുക, തൊട്ട് മുമ്പിന് കെസർ കൊടുക്കുക. അപ്പൊ എന്തുണ്ടാവും? ആ യാവ് ഇല്ലെങ്കിൽ അത് ഏത് നാടാണോ ആ നാട്ടിലേക്ക് ചേർത്തപ്പെട്ടവനായിട്ട് ഇവൻ മാറും. ഈ പാകിസ്ഥാനി, അവൻ പാകിസ്ഥാനുകാരനാണ്. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുന്ന പ്രയോഗത്തിനാണ് നമ്മൾ മൻസൂബ് എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിലും പല ആളുകളാണ് ഉപയോഗിക്കാറ്. ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ കണ്ടില്ല അമേരിക്കൻ എന്ന് പറയും, ചില വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യൻ, അപ്പൊ എന്നതുപോലെ പ്രയോഗിക്കുന്ന അറബിയിലെ പ്രയോഗത്തിനാണ് നമ്മൾ മൻസൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? മൽ മഫ്ഹൂം മിൻ ജുമൂഇൽ ഖില്ലത്തി വമാ ഔസാനുഹാ. ജമ്മു, രണ്ട് തരത്തിലുള്ള ജമ്മു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജമ്മുൽ കസറത്ത് ഉണ്ട്, ജമ്മുൽ ഖില്ലത്തും ഉണ്ട്. ഇവിടെ ചോദിക്കുന്നത് അൽ മഫ്ഹൂം എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് കേട്ടോ. എന്താണ് സാധനം എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, എന്താണ് ഈ ജമ്മുൽ ഖില്ലത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ വസ്നുകൾ ഏതൊക്കെയാണ്, ഏതെല്ലാം വസ്നുകളാണ് സാധാരണ ജമ്മുൽ ഖില്ലത്തിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത് നോക്കാം. അപ്പോ നിങ്ങൾ നോക്കൂ, ജമ്മുൽ ഖില്ലത്തി മാ യസ്ദുഖു അലാ സലാസ ഇലാ അശറ. 3 മുതൽ 10 വരെ ഉള്ളതിനൊക്കെ പറ്റുന്ന ജമ്മാണ് ജമ്മുൽ ഖില്ലത്ത്. അതായത് ജമ്മുൽ ഖില്ലത്ത് ഉപയോഗിച്ചാൽ അതുകൊണ്ട് അർത്ഥം ലഭിക്കുക ഒരു 3 മുതൽ ഒരു 10 വരെയൊക്കെ ഉള്ള എണ്ണപ്പെടുന്ന അത്തരം ചെറിയ എണ്ണങ്ങളിലാണ് നമ്മൾ ജമ്മുൽ ഖില്ലത്ത് ഉപയോഗിക്കുക. ജമ്മുൽ കസറത്ത് ഉപയോഗിച്ചാൽ വലിയ എണ്ണത്തിലേക്കുള്ള സൂചന കൊണ്ട് കിട്ടും. വഖദ് ഇസ്തഅമൽ ഫിൽ കസറത്തി അഹ്യാൻ. എന്നാലും ചിലപ്പോൾ ഈ ജമ്മുൽ ഖില്ലത്ത് തന്നെ ചില സ്ഥലങ്ങളിൽ ജമ്മുൽ കസറത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഔസാനുഹ, ജമ്മുൽ ഖില്ലത്തിന്റെ വസനുകൾ 4 എണ്ണമാണ്. അഫ്ഇലുൻ, അഫ്ആലുൻ, അഫ്ഇലത്തുൻ, ഫിഅലത്തുൻ. പറഞ്ഞത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഇസ്മിനെ ജമ്മാക്കുന്ന സമയത്ത് ഈ പറയുന്ന ഏതെങ്കിലും വസ്നിലാണ് ജമ്മുള്ളത് എങ്കിൽ മനസ്സിലാക്കുക അതൊരു 3 മുതൽ 10 വരെയൊക്കെയുള്ള എണ്ണത്തിന് കുറിക്കാനുള്ളതാണ്. ചിലപ്പോൾ അതിൽ കൂടുതലുള്ള ഉണ്ടാവുക, അത് വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് ഖിയാസിയായ നിയമം ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. മാതാ യഅനി ബി തെൻവീനി, 9ാമത്തെ കേട്ടോ. എന്താണ് തെൻവീന് കൊണ്ടുള്ള മുറാദ്? തെൻവീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇസ്മിന്റെ സായിദയായി വരുന്ന നൂനാണ്. ഇസ്മിന്റെ അവസാനത്തിൽ ചേരുന്ന, എഴുത്തിൽ കിതാബത്തിലില്ല, ലഫ്ദിൽ മാത്രം വരുന്ന രൂപത്തിലുള്ള തെൻവീനാണ്. നിങ്ങൾ നോക്കൂ, ആ തെൻവീൻ എന്ന് പറഞ്ഞാൽ നൂനു സായിദത്തു, സായിദയാകുന്ന നൂനാണ്. ഫി ആഖിറിൽ ഇസ്മി, ഇസ്മിന്റെ അവസാനത്തിൽ, ലഫ്ദിൽ ഉച്ചാരണത്തിൽ, ആ കിതാബത്തൻ എഴുത്തിലല്ല. അല്ലെ, നമ്മളൊരു വാക്ക് ഇപ്പോ ഇസ്മുൻ എന്ന് പറയുന്ന സമയത്ത് നോക്കുമ്പോൾ ഇസ്മുൻ നമ്മൾ തെൻവീൻ ഉപയോഗിക്കുമ്പോൾ മീമിന് തെൻവീൻ ഉണ്ട്, പക്ഷെ അത് ഉച്ചാരണത്തിൽ നോക്കൂ, ഇവിടെ ഇസ്മു മീമ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സുക്കൂനുള്ള നൂനാണ് നമ്മൾ ഉച്ചാരണത്തിൽ വരുന്നത്. പക്ഷെ എഴുത്തിൽ നമ്മൾ അങ്ങനെ ആ നൂന് കൊടുക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ തന്നെയാണ് എന്താ പറയാ തെൻവീൻ എന്ന് പറയുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യനിലെ മത്താ യജിബു റഫുൽ മശൂലി അൻഹു. മശൂൽ അൻഹുവിന് എപ്പോഴാണ് റഫ് നിർബന്ധമാവുക? അത് ഒരു നീണ്ട ചർച്ചയാണ്. നമ്മൾ ബാബുൽ ഇസ്തിഗാലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കിയാൽ ഈ സംഭവം ഒന്നുകൂടി നിങ്ങൾക്ക് എളുപ്പമാവും. ഞാനൊന്ന് ഇവിടെ ഉദാഹരണം പറയാൻ ശ്രമിക്കാം. നിങ്ങൾ ആദ്യം എന്താണ് ആ ഭാഗം പറയുന്ന പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കിതൊന്നും കൂടി കൂടുതൽ വ്യക്തമാകും. അപ്പോൾ ബാബുൽ ഇസ്തിഗാലിന്റെ പേജ് നിങ്ങൾ പുസ്തകത്തിലൊന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇതിലാദ്യം നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഏതാണ് മശ്ഗൂൽ അൻഹു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ആ പുസ്തകം എടുത്ത് നോക്കിയാൽ കാണാം, അതിലുണ്ടാവും ഇൻ സൈദൻ റഅയ്തഹു. ഇൻ സൈദൻ റഅയ്തഹു ഫസല്ലിം അലൈഹി. ഇതിനുള്ള കൊടുത്താലേ ഇതിലിപ്പോ നമുക്കറിയാം ഇവിടെ ഈ റഅയ്തഹു എന്ന് പറയുന്ന പ്രയോഗം, റഅയ്തഹു എന്നുള്ളടത്ത് അവിടെ റഅയ്ത എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ട്. ആ ഫീലിന് ഒരു മഫൂലുണ്ട്. റഅയ്തഹു എന്ന് പറയുന്ന ഒരു മഫൂലുണ്ട്.
ഇപ്പൊ ഈ ഹൂ എന്നുള്ള ലമീറിനെ സംബന്ധിച്ച് അതിനെ നമ്മൾ ഷാഗിൽ എന്ന് പറയാം. ഈ റൈത്ത എന്ന് പറയുന്നതാണ് മഷൂല്. അപ്പോ ഇവിടെ ഒരു ഫീലും ഫായിലും ഫുൾ റെഡി ആയിട്ടുണ്ട്. പക്ഷെ തൊട്ട് മുമ്പ് സെയ്ദൻ എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു മഫൂലുണ്ട്, പക്ഷെ അതിന്റെ ഫീൽ ഏതാന്ന് കാണുന്നില്ല. അവിടെയാണ് നമ്മൾ ഈ ബാബുൽ ഇസ്തിഗാറിൽ ചിലപ്പോൾ എന്ത് ചെയ്യാറുള്ളത്, ഈ ശേഷം വരുന്ന സെയ്ദനിന് ശേഷമുള്ള റൈത്തഹു എന്ന് പറയുന്ന ആ പിന്നെ അതിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് അതുപോലുള്ള ഒരു ഫീൽ അവിടെ സങ്കല്പിച്ചെടുക്കലാണ് ചെയ്യുക. അപ്പോൾ എന്തായി, ഇൻ റഅയ്ത സെയ്ദൻ റഅയ്തഹു എന്നാണ് ഇപ്പോൾ ഉത്തരം വരിക. അപ്പൊ ഇതാണ് ഈ സെയ്ദൻ എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മളെ ഇതിൽ ചർച്ചാ വിഷയമായ മഷ്ഗൂൽ അൻഹു. ഈ മഷ്ഗൂൽ അൻഹുവിനെ നമ്മൾ ചാപ്റ്ററുകൾ എടുത്ത് നോക്കുക, ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. അപ്പൊ അതില് പിന്നെ ഈ ചില സന്ദർഭങ്ങളിൽ അതിൽ നെസ്ബ് വരുന്ന സന്ദർഭമുണ്ട്. നെസ്ബ് നിർബന്ധമാണ്. ഈ മഷ്ഗൂൽ അൻഹു നെസ്ബ് നിർബന്ധമാവുന്ന ഘട്ടങ്ങളുണ്ട്. ഉദാഹരണം പറയാ, ഷർത്തിന്റെ അദാത്തുകൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഈ നസ്ബ് നിർബന്ധമാവും. ഉദാഹരണം പറയാ, ഹൈസുമാ സ്വദീഖക ലഖീതഹു ഫഅഹ്സിൻ തഹിയതഹു. നിന്റെ കൂട്ടുകാരനെ നീ എപ്പോഴൊക്കെ കാണുന്നുവോ അപ്പോഴെല്ലാം നീ അവനോട് നല്ല അഭിവാദനം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഹൈസുമ എന്നുള്ളത് ഷർത്തിന്റെ ഒരു അദാത്താണ്. അപ്പൊ അവന്റെ അവിടെ പിന്നെ ശേഷം വരുന്ന മഷൂൽ അൻഹുവിന് നസ്ബ് കൊടുക്കൽ നിർബന്ധമാണ്. മനസ്സിലായല്ലോ. അതുപോലെ ഈ തഹ്ദീൽ എന്ന് പറയുന്നത് പ്രേരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. ഉദാഹരണം ഹല്ല എന്നുള്ളതിൽ പെട്ടതാ. ഒരു സംഗതി ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്തൂടെ എന്ന് പ്രേരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അദാത്താണ് അറബിയിൽ. ഹല്ല അബാക്ക ഇസ്തശർത്തഹു, നിനക്ക് എൻ്റെ വാപ്പാനോടൊന്ന് മുഷാവറ നടത്തിക്കൂടെ എന്നൊരു ഉദാഹരണം ബുക്കിലുണ്ടോ അല്ലെ നിനക്കറിയില്ല. ഏതായാലും അവിടെയും ഒക്കെ എന്താണ് ഈ അബാക്ക എന്ന് പറയുന്ന മഷ്ഗൂലു അൻഹു, അതിന് നസ്ബ് നിർബന്ധമാണ്. കാരണം തഹ്ദീദിന്റെ ശേഷം വന്നതാണ്. അത് പോട്ടെ, ഒരു മുഖവുര പറഞ്ഞതാണ്. അപ്പൊ ഇതേ പ്രകാരം ഇതിപ്പോ നസ്ബ് കൊടുക്കൽ നിർബന്ധമായിരുന്നു. ഈ നസ്ബ് കൊടുക്കൽ റഫ് കൊടുക്കൽ നിർബന്ധമായ സാഹചര്യമുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം, ഈ റഫ് കൊടുക്കൽ നിർബന്ധമാവുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കൂ. യജിബു റഫുൽ മഷ്ഗൂലി അൻഹു ഇൻ വഖഅ ബഅദ മാ യഖ്തസ്സു ബിദ്ദുഖൂലി അലൽ അസ്മാഇ. മുകളിൽ നമ്മൾ പറഞ്ഞല്ലോ, ഫീലുകളുടെ മേലിൽ മാത്രം പ്രവേശിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ തഹ്ലീലിന്റെ അക്ഷരം, അതുപോലെ ഷർത്തുകളുടെ അദാത്തുകൾ, അതൊക്കെ സാധാരണ ഫീലുകളിലാണ് വരാറുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നസ്ബ് കൊടുക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. കാരണം അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫീലിനെ സങ്കല്പിക്കാണല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇൻ റഅയ്ത സൈദൻ, ഒരു ഫീലിനെ സങ്കല്പിക്കാണ്. അപ്പൊ ആ ഫീലിന്റെ മഫൂലായിട്ടാണ് നമ്മൾ ഈ പറയുന്ന മഷ്ഗൂലു അൻഹു വരുന്നത്. അപ്പൊ അവിടെ നസ്ബ് കൊടുക്കൽ നിർബന്ധമാണ്. ഇനി ഇസ്മിന് മാത്രം പ്രത്യേകമായ ചില സംഗതികളുണ്ട്. അത് ആണ് വരുന്നതെങ്കിൽ അപ്പൊ അവിടെ ഒരു ഫീലിനെ സങ്കല്പിക്കേണ്ട വിഷയം വരുന്നില്ല. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ റഫ് കൊടുക്കൽ നിർബന്ധമാണ്. അതാണ് ഇൻ വഖഅ ഐ മഷ്ഗൂലു അൻഹു വാഖിയാൽ ബഅദമാ യഖ്തസ്സു ബിദ്ദുഖൂലി അലൽ അസ്മാഇ, ഇസ്മുകളുടെ മേൽ മാത്രം പ്രവേശിക്കൽ കൊണ്ട് തനിച്ചതായ ചില കാര്യങ്ങൾ വന്നാൽ. ഉദാഹരണം പറഞ്ഞാൽ ഇദൻ അൽ ഫുജാഇയ, ഫുജാഇയായ ഇദ. ഫുജാഇയായ ഇദ വന്നു കഴിഞ്ഞാൽ അവിടെ മഷ്ഗൂൽ അൻഹുവിന് റഫാണ് ഉണ്ടാവുക, നസ്ബല്ല ഉണ്ടാവുക. കിതാബിൽ നിങ്ങൾ ആ ഭാഗത്ത് നോക്കിയാൽ അവിടെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് അൽ ഫുജായിയ വന്നതിന്റെ ഒരു ഉദാഹരണം അവിടെ ഉണ്ട്. ഓക്കെ, ഞാനിപ്പോ എഴുതി കൂട്ടത്തിൽ അത് കൊടുത്തിട്ടില്ല. അതുപോലെ മറ്റൊന്നാണ് എന്ത്, ഔ ഖബല അദാത്തിൻ, അല്ലെങ്കിൽ ഒരു അദാത്തിന്റെ മുമ്പാണ് ഈ മഷ്ഗൂൽ അൻഹുവായ ഇസ്മ വരുന്നതെങ്കിൽ ലാ യഅമലു മാ ബഅദഹ, ആ അദാത്തിന്റെ ശേഷമുള്ളത് അമൽ ചെയ്യൂല ഫീമാ ഖബല, മുമ്പുള്ളതിൽ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിടത്തൊക്കെ എന്ത് ചെയ്യാണ്, ഇപ്പോ ഇസ്തിഗാലം ബാബ് എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ അവിടെ നമ്മള് ശേഷം കൊടുത്ത ഒന്ന് മുമ്പുള്ളതിന് അമൽ ചെയ്യുന്ന ഒരു പ്രശ്നം കൂടി ഉള്ളത് കൊണ്ടാണ് അവിടെ ഒരു പിന്നെ ഏതിന്റെ മഫൂലാണെന്ന് പറയുന്ന ഒരു തർക്കമൊക്കെ അവിടെ കിട്ടാത്തത്. അപ്പോൾ അതേസമയം എന്താണ്, ചില സമയത്ത് എന്തുണ്ടാവും, ഈ ശേഷമുള്ളത് മുമ്പുള്ളതിൽ അമൽ ചെയ്യാത്ത ചില അദാത്തുകൾ ചിലപ്പോൾ വരാറുണ്ട്. അപ്പൊ അതിന്റെ മുമ്പാണ് ഈ മഷ്ഗൂൽ അൻഹു ഉള്ളത് എങ്കിൽ അവിടെ ഈ പറയുന്ന പ്രശ്നം വരുന്നില്ല. ഒരു ഫീൽഡ് സങ്കല്പിക്കേണ്ട പ്രശ്നമൊന്നും അവിടെ വരുന്നില്ല. അപ്പൊ അവിടെ എന്താക്കിയാൽ മതി, അവിടെ നമ്മൾ മഷ്ഗൂൽ അൻഹുവിന് റഫാണ് ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞാല് കലാമുക ഇൻ ഖുൽതഹു ഫസിൻഹു,
എന്ന് പറയുന്നിടത്ത് നോക്കൂ, കലാമുക ഇൻ ഖുൽതഹു ഫസിന്നു, നിന്റെ സംസാരം നീ അത് പറയുകയാണെങ്കിൽ നീ നന്നായി തൂക്കി നോക്കണം എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പൊ ഈ കലാമുക എന്ന് പറഞ്ഞിടത്ത് കലാമ് എന്ത് റഫാണുള്ളത്. കാരണം അവിടെ നമ്മൾ പറഞ്ഞ പോലെ അത് ശേഷമുള്ളത് മുമ്പുള്ളതിൽ എന്താവൂല, അമല് ചെയ്യൂല. അങ്ങനത്തെ അദാത്തിന്റെ മുമ്പാണ് ഈ പറയുന്ന കലാം എന്ന് പറയുന്ന മശൂൽ എന്ന് വന്നിട്ടുള്ളത്. അതുപോലെ അൽ മഖാലത്തു ഹൽ ഹദ്ദബ്തഹ, ഹൽ എന്ന് പറയുന്നു അപ്രകാരം തന്നെ. അപ്പൊ അവിടെയും ലേഖനം അത് നീ ശരിയാക്കിയോ എഡിറ്റ് ചെയ്തോ എന്നൊക്കെ അതിന്റെ ആശയം വരുന്നത്. അവിടെയും അൽ മഖാലത്തു എന്നാണ് വരിക. അത് റഫ് ചെയ്യൽ നിർബന്ധമായ, മശൂൽ എന്നതിന് റഫ് ചെയ്യൽ നിർബന്ധമായ സ്ഥലമാണ്. കാരണം ശേഷമുള്ളത് അവിടെ മുമ്പുള്ളതിൽ നമ്മൾ ചെയ്യൂല. ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി ഞാനൊന്ന് പരത്തി പറഞ്ഞത് ആ വിഷയം കുറച്ചൊന്നുകൂടി നിങ്ങൾ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? 12ാമത്തെ ക്വസ്റ്റ്യൻ എന്തായുള്ളത്? ഓക്കെ, എന്താണ്? മത്താ യകൂനു ഇസ്തിതാറു ലമീരി വാജിബൻ. ലമീറിനെ കുറിച്ച് ചാപ്റ്റർ പറയുന്നുണ്ടല്ലോ, അതിൽ പറയുന്നുണ്ട് ചില സമയത്ത് ലമീറിനെ മറക്കൽ നിർബന്ധമാണ്. അത് ഏത് സന്ദർഭത്തിലാണ് ലമീറിനെ മറക്കേണ്ടത് എന്നാണ് ചോദ്യം. പിന്നെ ഉണ്ടല്ലോ, ലമീറുൽ മുസ്തതിർ വുജൂബൻ ഹുവല്ലദീ ലാ യസിഹു അൻ യഹില്ലൽ ഇസ്മുൽ ലാഹിറു മഹല്ലഹു. ലമീർ മുസ്തതിർ ആവണം നിർബന്ധമായും എന്ന് പറയുന്നത് ഒരു ലമീറിനെ സംബന്ധിച്ചാണ്. അവിടെ ഒരു ലാഹിറായ ഇസ്മ ആ ലമീറിന്റെ സ്ഥാനത്ത് വരലെന്താവൂല, അവതരിക്കൽ പറ്റൂല. ലാ യസിഹു പറ്റൂല, യഹില്ല അവതരിക്കൽ, ഇസ്മുൽ ലാഹിറു ലാഹിറായ ഇസ്മ മഹല്ലഹു ആ ലമീറിന്റെ സ്ഥാനത്ത്. അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ലമീറിനെ നിർബന്ധമായും മറക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അതിൽ കുറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അൽ മുളാരിയുൽ മബ്ദൂഉ ബിതാഇൽ ഖിതാബിൽ വാഹിദി, പിന്നെ ഖിതാബിന്റെ വാഹിദ ആയിട്ടുള്ള ഖിതാബിന്റെ താവ് കൊണ്ട് തുടങ്ങിയത്. ഇപ്പൊ തുഹ്സിനു എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ, അവിടെ ഒന്നും ഇപ്പൊ എന്താവൂല, ലാഹിർ ഇതിന്റെ സ്ഥാനത്ത് അവതരിക്കാൻ പറ്റൂല. തുഹ്സിനു അല്ലെങ്കിൽ ഹംസ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ആരിഫു, അല്ലെങ്കിൽ നൂന് കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് നുഹിബു, അവിടൊക്കെ എന്താവും, പിന്നെ ഈ പറയുന്ന ലാഹിറായ ഇസ്മിന്റെ സ്ഥാനത്ത് വരാൻ പറ്റൂല. പറ്റുന്നതിന്റെ ഉദാഹരണം പറഞ്ഞാല് അത്തായിറു യുഗരിദു എന്ന ഉദാഹരണമാണ് കിതാബിൽ കൊടുത്തിട്ടുള്ളത്. എന്ത് ചെയ്യുന്നു? പക്ഷി എന്താകുന്നു? പാട്ട് പാടുന്നു. പക്ഷി അതിൻ്റെതായ ഇപ്പൊ കുയിലൊക്കെ പാടുന്ന പോലെ പാടുന്നതാണ് യുഗരിദു എന്ന് പറയാം. ഇവിടെ നമുക്ക് ലാഹിറായ ഇസ്മ ഈസിയായിട്ട് കൊടുക്കാൻ പറ്റും. ഉദാഹരണം എന്താ മതി? അത്തായിറു യുഗരിദു എന്നുള്ളത് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യുഗരിദു തായിറു എന്ന് വീണ്ടും എന്ത് ചെയ്യാ, ഒരു തായിർ ആ പിന്നെ ഉള്ളിൽ യുഗരിദു എന്ന് പറഞ്ഞാൽ തന്നെ അത്തായിറു എന്നതിന്റെ യുഗരിദു എന്ന് പറയുമ്പോൾ തന്നെ പക്ഷി പാടുന്നു പറയുന്ന ആശയത്തിന്റെ ഉള്ളിലുണ്ട് അല്ലേ. അപ്പൊ ആ യുഗരിദു എന്നുള്ള ആ പിന്നെ ലമീർ നമുക്ക് വേണമെങ്കിൽ പുറത്ത് കൊണ്ടുവരാം. അപ്പൊ യുഗരിദു തായിറു എന്ന് കൊണ്ടുവന്നാൽ യാതൊരു പ്രശ്നവുമില്ല, അത് പറ്റുന്നതാണ്. പറ്റാത്തത് ഇപ്പൊ ഞാനത്തെ പറഞ്ഞ പോലെയുള്ള സ്ഥലങ്ങളാണ് എന്ത്, ഹുവല്ലദീ ലാ യസിഹു അൻ യഹില്ലൽ ഇസ്മുൽ ലാഹിറു മഹല്ലഹു, ആ ലമീറിന്റെ സ്ഥാനത്ത് ഒരു ലാഹിറായ ഇസ്മ അവതരിക്കാൻ പറ്റൂല. അതിന് ഉദാഹരണം നേരത്തെ പറഞ്ഞത്, ഇപ്പോ ഖിതാബിന്റെ ചാവ് കൊണ്ട് തുടങ്ങുന്നത് തുഹ്സിനു എന്ന് പറയുന്നിടത്ത് അവിടെ നമുക്ക് പിന്നെ ലമീറിനും ലാഹിറായ ഇസ്മിനെ സ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റൂല. അതുപോലെ ആരിഫു, നുഹിബു എന്നൊക്കെ പറയുന്നിടത്തെല്ലാം തദൈവ. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതൊക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബയ്യിൻ മാ യുആമിലു മുആമലത്ത റുബാഇ ഇൻദ അത്തസ്ഗീരി. തസ്ഗീറിന്റെ ബാവില് നമ്മൾ തസ്ഗീറാക്കുന്ന കാര്യം പറഞ്ഞല്ലോ. തസ്ഗീറാക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ ഒരു സംഗതിയെ ചെറിയ സാധനം എന്ന് അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തസ്ഗീറാക്കുന്നത്. അപ്പൊ അത് റുബായി ആയ ഫീലാണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ്. അതിൽ റുബായി ആണെങ്കിൽ ഇങ്ങനെ, അതുപോലെ സുലാസി ആണെങ്കിൽ ഇങ്ങനെ, ഓരോന്നും പ്രത്യേകം വേറെ വേറെ പറയുന്നുണ്ട്. റുബായി ആണെങ്കിൽ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്: റുബായി ബിതസ്ഗീരി ബിതഹ്വീലിഹി ഇലാ ഫുഐഇൽ. ഫുഐഇൽ എന്ന് പറയുന്ന
വസ്നിലേക്ക് അതിനെ മാറ്റുകയാണ് റുബായി ആകുമ്പോൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മതാ തുഫ്തഹു ലാമുൽ മുസ്തഗാസു ബിഹി വമതാ തുക്സർ. എപ്പോഴാണ് മുസ്തഗാസു ബിഹിയുടെ ലാമിന് ഫത്ഹ് ഉണ്ടാവുക, എപ്പോഴാണ് കസ്ർ ഉണ്ടാവുക എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മള് ഇസ്തിഗാസയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും മനുഷ്യന് അപകടങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സഹായം തേടേണ്ടി വരും. അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഈ പുസ്തകത്തിൽ നമ്മൾ പരാമർശിക്കുന്നുണ്ട്. ഇതിലൊരു ഉദാഹരണം പറയുന്നത് യാ ലൽ മുതസദ്ദിഖീന ലിൽ ഫുഖറാ എന്ന് പറയും. യാ ലൽ മുതസദ്ദിഖീന ലിൽ ഫുഖറായി, ഓ പാവങ്ങളെ സ്വതക്ക കൊടുത്ത് സഹായിക്കുന്നവനെ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ലൽ ദീന ലിൽ ഫുഖറാ. ഇവിടെ നോക്കിയാൽ കാണാം, ഇതില് നമ്മളെ യാ എന്ന് പറയുന്നതാണ് നമ്മളെ അദാത്ത് കേട്ടോ. യാ എന്ന് പറയുന്നതാണ് നമ്മളെ നിദാവിന് വേണ്ടി ഉപയോഗിക്കുന്ന അദാത്ത്. അതുപോലെ പിന്നെ ഇവിടെ സഹായം തേടുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ലിൽ ഫുഖറാഇ എന്നുള്ളതാണ്. അതാണ് മുസ്തഗാസ് ലി അജ്ലിഹി. ഇവിടെ എഴുതാൻ കഴിയുന്നില്ല. മുസ്തഗാസ് ലി അജ്ലിഹി. അതുപോലെ യാ ലൽ എന്ന് പറയുന്ന മുസ്തഗാസ് ബിഹി, ഇതാണ് യാ ലൽ മുതസദ്ദിഖീൻ. ഇത് എന്ത്? മുസ്തഗാസ് ബി. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവരോടാണ് നമ്മൾ സഹായം തേടുന്നത്. ആ പദത്തിൽ ഒരു ലാം ഉണ്ടാവും, ഫത്തഹാക്കപ്പെട്ട ലാം. ഈ ലാം എപ്പോഴും ഫത്തഹിന്റെ ഉപനിയായിട്ടാണ് ഉണ്ടാവുക. കാരണം ഇവിടെ പുറത്ത് വേറെ ലാം വരുന്നുണ്ട്. ഈ മുസ്തഗാസു ലി അജ്ലിഹിയിൽ ഒരു ലാം ഉണ്ടാവും. ആർക്ക് വേണ്ടിയാണോ സഹായം അവിടെ ലാം ഉണ്ടാവും. ആ ലാമിന് എപ്പോഴും കസ്റായിരിക്കും. ഈ രണ്ട് ലാമും തമ്മിൽ ഇൽത്തിബാസ് ആവാതിരിക്കാൻ, മാറിപ്പോവാതിരിക്കാനാണ് ഒന്നിന് ഫത്തഹും ഒന്നിന് കസ്റും. ഇതിന് എപ്പോഴും കസ്റായിരിക്കും, ഇതിനെപ്പോഴും ഫത്തഹായിരിക്കും. അങ്ങനെ ഉണ്ടാവുക. അപ്പൊ അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇതാണ് മുസ്തഗാസു ബിഹിയിലെ ലാമു എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ലാമാണ്, യാ ലൽ എന്ന് പറയുന്ന ലാം. ഓക്കെ, കിതാബിൽ നോക്കുമ്പോൾ ഒന്നുകൂടി റെഡിയാവും. ഞാനത് ഇതിലൂടെ ചെറുതായി വിശദീകരിച്ചാണ്. അപ്പൊ അവിടെ ആ ലാമാണ് ചർച്ചാ വിഷയം. ആ ലാം എന്താണ്? ആ ലാമിന് ഫത്ത കൊടുക്കൽ നിർബന്ധമാണ്. എപ്പോ? തുഫ്തഹു ലാമുൽ മുസ്തഗാസു ബിഹി ഇൻ സബഖത് യാ. യാ അതിനോട് മുൻകടന്നാൽ. അപ്പൊ യാ ഈ ലാമിന്റെ തൊട്ട് മുമ്പുണ്ടോ എന്നാൽ ആ ലാമിന് ഫത്ത കൊടുക്കൽ നിർബന്ധമാണ്. ഇനി കെസർ വരുന്ന സന്ദർഭം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. അത് എപ്പോഴാണ് ഉണ്ടാവുക? വൈൻ സബഖത് വാവുൽ അത്ഫി. അതിന്റെ തൊട്ട് മുമ്പ് ഒരു അത്ഫിന്റെ വാവ് വന്നു. മിൻഗൈരി തിക്കറാറ് യാ. യാ എന്നുള്ള ഹർഫിനെ വീണ്ടും ആവർത്തിക്കാതെ കുസ്സിറത്ത്, അപ്പോഴാണ് അതിന് എന്ത് ചെയ്യുക? കസ്ർ ചെയ്യുക. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ യാ ലൽ കിറാമി വലിൽ മുഹ്സിനീൻ. കിതാബിൽ ഉണ്ടായിരിക്കും ഉദാഹരണം. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഈ ഭാഗം വരുന്ന സ്ഥലം, നിദായിനെ കുറിച്ച് പറയുന്ന ഭാഗം, സോറി ഇസ്തിഗാസയെ കുറിച്ച് പറയുന്ന ഭാഗം നമ്മൾ നോക്കുക. വൈലുണ്ട് യാ ലൽ കിറാമി വലിൽ മുഹ്സിനീൻ എന്ന് പറയാം. അപ്പൊ അവിടെ ഇതേ സ്ഥലം ഇപ്പൊ നമ്മളെ യാ ലൽ എന്ന് പറഞ്ഞെടുത്ത് അവിടെ നമ്മൾ മുസ്തഗാസ് ബിഹി അൽ കിറാം എന്ന് പറയുന്ന പദമാണ്. അപ്പൊ അതിലെ മുസ്തഗാസ് ബിഹിയിലെ ലാം യാ ലൽ എന്ന് പറയുന്ന ലാമാണ്, ഫത്തുള്ള ലാം. അപ്പൊ അവിടെ ഫത്ത് ആയത് ഓക്കെ, കാരണം തൊട്ട് മുമ്പ് എന്തുണ്ട്? യാ എന്ന് പറയുന്ന അക്ഷരമുണ്ട്. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഫത്ത് കൊടുക്കൽ നിർബന്ധമാണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് യാ ലൽ കിറാമി വലിൽ മുഹ്സിനീൻ എന്ന് പറയുന്നു. അപ്പൊ ഈ വാവ് അത്തഫിന്റെ വാവാണ്. വലിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്കും എന്ന് പറയുന്നു. അപ്പൊ ഈ അത്തഫിന്റെ വാവ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു യാ അവിടെ സ്കോപ്പ് ഉണ്ട്. യാ അവിടെ ഉണ്ട്, പക്ഷെ അതെന്തില്ല, പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല. ഇതാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടെ വരുന്നിടത്ത് ഈ ലാമ്, ഇതും മുസ്തഗാസ് ബിഹിയുടെ ലാമ് തന്നെയാണ്. അവിടെ നമുക്ക് കസ്ർ കൊടുക്കാൻ പറ്റും, കാരണം അത്തഫിന്റെ അക്ഷരം അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എന്താക്കിയാൽ മതി? യാ അവിടെ ആവർത്തിച്ച് വന്നിട്ടില്ലതാനും. അപ്പൊ നമുക്ക് അവിടെ വേണമെങ്കിൽ കസ്ർ കൊടുക്കാം. എന്തായി? അല്ല, കസ്ർ കൊടുക്കണം. അപ്പൊ എന്തായി? യാലൽ കിറാമി വലിൽ മുഹ്സിനീന എന്നാണ് വരിക. യാ അവിടെ ആവർത്തിച്ച് വരാത്തത് കൊണ്ട് നമുക്ക് മുസ്തഗാസ് ബിഹിയിലെ ഈ ലാമിന് കസ്ർ കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് പുസ്തകം എടുത്ത് നോക്കണം, പറയുന്ന ഭാഗം അപ്പോഴാന്നുകൂടി ക്ലിയർ ആവും. അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ നോക്കൂ. എന്താ മൽ മഫ്ഹൂം മിനൽ കുഞ്ഞത്തി. കുഞ്ഞത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? തൊട്ട് മുമ്പ് ഒരു ക്ലാസ്സിൽ, അതായത് തൊട്ട് മുമ്പ് നമ്മൾ കുഞ്ഞത്തലമിനെ കുറിച്ച് പറഞ്ഞിരുന്നു.
കുഞ്ഞത്തലം എന്ന് പറഞ്ഞ സാധാരണ എന്താണ്? അൽ കുഞ്ഞത്തു മിനൽ ആലമി മാ സുദ്ദിറ ബി അബിൻ ഔ ഇബ്നിൻ ഔ ഉമ്മിൻ. ഒരു വാപ്പയെ കൊണ്ടോ അല്ലെങ്കിൽ ഇബിന്, അബ്, ഉമ്മ് തുടങ്ങിയ കൊണ്ടൊക്കെ തുടങ്ങുന്ന അലമുകൾക്കാണ് കുഞ്ഞത്തലം എന്ന് പറയാം. സാധാരണ നമ്മൾ ഒരു മകനുണ്ടെങ്കിൽ ആ മകനിലേക്ക് ചേർത്തിയിട്ട് എന്തെങ്കിലും പേരിടും അല്ലേ? അതുപോലെ വാപ്പയിലേക്ക് ചേർത്തിട്ട് ചിലപ്പോൾ മകൻ പേരിടും. ഇബിനു ഇന്നാലിനയാളുടെ മോൻ, ഇബിനു മുഹമ്മദ്, ഇബിനു സിയാദ് എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പാന്റെ പേര് സിയാദിന്റെ മോൻ, അങ്ങനെ വാപ്പ മക്കൾ അങ്ങനെ പേരിടും. അതുപോലെ കുട്ടികളുടെ ഉമ്മ ചിലപ്പോൾ കുട്ടികളുടെ പേരിൽ ഇതുപോലുള്ള പേരിടാറുണ്ട്. ഉമ്മു ആയിഷ, ഉമ്മു ഫാത്തിമ, ഉമ്മു സൈനബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരുകളുണ്ട്. അനക്കട അങ്ങനെയുള്ള പേരുകൾക്കാണ് കുഞ്ഞത്തലം എന്ന് പറയാം. അൽ കുഞ്ഞത്തു മിനൽ ആലമി മാ സുദ്ദിറ ബി അബിൻ ഔ ഇബ്നിൻ ഔ ഉമ്മിൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അബ്, ഉമ്മ്, ഇബ്ന് തുടങ്ങിയവ കൊണ്ട് ആരംഭിക്കുന്ന അലമുകൾക്കാണ് കുഞ്ഞത്തലം എന്ന് പറയാം. ഉദാഹരണം അതിൽ കൊടുത്ത പോലെ അബൂ സുഫിയാൻ ഇബ്നുൽ ഖത്താബ് അല്ലെ? ഇപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഖത്താബിന്റെ മകനാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇങ്ങനെ പറയാം, ഇബ്നുൽ ഖത്താബ് എന്ന് പറയാം. അബു സുഫിയാൻ അല്ലെ? അവര് സുഫിയാൻ എന്ന ബാപ്പയാണ്. അപ്പൊ എന്ത് ചെയ്യാ? അബു സുഫിയാൻ എന്ന് പറയാം. ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പ്രയോഗിക്കുന്ന പ്രയോഗം അങ്ങനെയാണ്, ഉമ്മ കൊണ്ട് ആരംഭിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ എന്താണ്? കുഞ്ഞത്തലമാണ്. ഓക്കെ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ പറയുന്നത് ഉൻസുബ് ഇലൽ അസ്മാഇൽ ആത്തിയ. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചല്ലോ, ഏത് ഈ നിസ്ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാട്ടിലേക്ക് ചേർത്തിയിട്ട് ഇന്നാലിന്റെ നാട്ടുകാരൻ അല്ലെങ്കിൽ ഇന്നാലിന്റെ ആൾ എന്നൊക്കെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അവിടെ നമ്മൾ ഈ താഴെ കൊടുത്ത ഇസ്മുകൾ ശ്രദ്ധിക്കാനാ പറയുന്നത്. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും അതിൽ എന്തെങ്കിലും നമ്മൾ ഖിയാസിയായ നിയമങ്ങൾക്കെതിരായ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവാൻ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അവിടെ ആ ചാപ്റ്റർ നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കിയാൽ ഈ പറയുന്നതിന്റെ ഉത്തരത്തിന് ഈസി ആയിട്ട് എന്താക്കാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. നമുക്ക് നോക്കാം ജസ്റ്റ് നോക്കൂ. അതിൽ ഉത്തരം ശരിക്കും ഇങ്ങനെ വരുന്നത് ഫാക്കിഹിയ് എന്നാ വരിക. അപ്പോൾ പിന്നെ ഫാക്കിഹത്തിന്റെ നിസ്ബ വരുമ്പോൾ ഫാക്കിഹി എന്നാ വരിക. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ആ പുസ്തകത്തിൽ ആ പിന്നെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എന്ത്? തൈനീസിന്റെ താവ് കൊണ്ട് അവസാനിച്ച ഇസ്മില് ആ താവ് കളയപ്പെടും. ഫാക്കിഹത്ത് എന്ന് പറയുന്നിടത്ത് തൈനീസിന്റെ താവുണ്ട്, അത് കളയും. അത് കളഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? നിസ്ബ ചെയ്യുക. അതുകൊണ്ടാണ് ഇപ്പൊ ആ ഉദാഹരണം പ്രത്യേകം കൊടുത്തത്. അപ്പൊ എങ്ങനെ വരും? ഫാക്കിഹിയുൻ എന്നാ വരിക, അവിടെ കൊടുത്ത പോലെ. അതുപോലെ അലി, അലി എന്ന് പറയുന്ന വാക്ക് അലവിയുൻ ആണ് നിസ്ബ വരിക, അലവി. കാരണം എന്താണെന്ന് വെച്ചാല് ഈ മങ്കൂസായ ഇസ്മ് അഥവാ അവസാനം കസറും തൊട്ട് മുമ്പുള്ള യാക്ക് വരുന്ന രൂപത്തിലുള്ള മങ്കൂസായ ഇസ്മുകളിൽ ഈ യാ വരുന്നത് മൂന്നാമത്തെ അക്ഷരമാണ് എങ്കിൽ ആ യായിനെ വാവായി മറിക്കണം എന്നാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അലി എന്ന് പറയുമ്പോൾ അലി എന്നുള്ള യാ വരുന്നത് 1, 2, 3 മൂന്നാമത്തെ അക്ഷരത്തെ യാ വരുന്നത്. അപ്പൊ യായനെ എന്താക്കണം? വാവായിട്ട് മറിക്കണം. അപ്പൊ എന്താവും? അലവിയുൻ എന്നാണ് ആവുക. ഓക്കെ, മനസ്സിലായല്ലോ. അതുപോലെ മൂന്നാമത്തെ സംഗതിയാണിത് അസ്നാവിയുൻ. ഹസ്നാവിയുൻ എന്നാണ് അവിടെ വരിക. അതിന് കാരണം ഹസന എന്നുള്ളത് ഹസ്നാവിയുൻ എന്നാണ് നിസ്ബ ചെയ്യുമ്പോൾ വരിക. അതിന് കാരണം അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ മംദൂദായ മുഅന്നസിനെ കുറിക്കുന്ന രൂപത്തിലുള്ള അലിഫുൽ മംദൂദ എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാല് നമ്മൾ ഈ മംദൂദ് എവിടെ കാണുന്നുവോ, നീട്ടാനുള്ള അലിഫ് എവിടെ കാണുന്നുവോ അതിന് തൊട്ട് മുമ്പ് അല്ല അവിടെ വരുന്ന ഹംസയിലേക്ക് നമ്മൾ നോക്കാം. അപ്പൊ അസ്ന എന്ന് പറഞ്ഞ ഒരു ഹംസ ഉണ്ട്. ഈ ഹംസ മുഅന്നസിന്റെ ഹംസയാവാൻ ചിലപ്പോ ഓൾറെഡി ആ വാക്കിൽ തന്നെ ഉള്ള ഹംസയും ആവാം. ചില വാക്കുകൾ അങ്ങനെ ഉണ്ട്, അസ്ലിയായ ഹംസകൾ ഉണ്ടാവും. തൊട്ടു ശേഷം നമ്മൾ പറയാൻ പോകുന്നുണ്ട്. ചിലത് എന്തുണ്ടാവും? ഈ മുഅന്നസിനെ കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഹംസകൾ ഉണ്ടാവും. മുഅന്നസിനെ കുറിക്കാനുള്ള ഹംസയാണെങ്കിൽ ആ ഹംസയെ മറിച്ച് നമ്മൾ എന്തായാലും വാവാക്കി മറിക്കണം. ഇവിടെ ഈ ഫഅല വസ്ന് ഇപ്പൊ അസ്ന എന്ന് പറയുന്ന ഈ വസ്ന് തന്നെ സാധാരണ ഈ മുഅന്നസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ അലിഫുൽ മംദൂദ അതുപോലെ ശേഷമുള്ള ഹംസ, ഈ ഹംസക്ക് എപ്പോഴും എന്താണ്? തേനീസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുക? ഈ ഹംസയെ പിടിച്ച് നമ്മൾ വാവാക്കി മാറ്റുക. അങ്ങനെയാണ് ഇപ്പൊ എന്തായത്? അസ്നാവിയുൻ എന്നായത്. നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, അതിൽ നമ്മൾ പറഞ്ഞല്ലോ എന്ത്? ഈ
ശേഷമുള്ള ഹംസയിലേക്ക് നോക്കണം. ആ ഹംസ മുഅന്നസനാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. മുഅന്നസ് അല്ലെങ്കിലോ, മുഅന്നസ് അല്ലെങ്കിലുള്ള രൂപമാണ് അസ്ലിയായ ഹംസ. അസ്ലിയായ ഹംസയാണെങ്കിൽ അത് അതേപോലെ നിലനിർത്തുകയും വേണം. അതാണ് ഇൻഷാ ഉൻ. ഇൻഷാ എന്ന് പറയുന്ന ആ വാക്കിന്റെ അസ്ലിയായിട്ട് നഷ എന്ന് പറയുന്ന വാക്ക് നോക്കൂ. ഇതിൽ തന്നെ ഈ ഹംസ ഉണ്ട്. ഈ ഹംസ എന്തല്ല, മുഅന്നസിനെ കുറിക്കുന്ന ഹംസയല്ല. അപ്പൊ ആ ഹംസ അവിടെ നിലനിർത്താൻ നിസ്ബ ചെയ്യും. എന്താവും? ഇൻഷാ ഇയുൻ എന്നാണ് നിസ്ബ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുക അവിടെ വരിക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ അതിലെ പ്രധാനപ്പെട്ട 15ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചോദിക്കാവുന്നതാണ്. പരീക്ഷാ സംബന്ധിയായിട്ട് നമ്മൾ അതിൽ ചോദ്യവും കഴിവിൻ്റെ പരമാവധി ഇതിൽ ഇടപെടാറൊക്കെ ഉണ്ട്. അവിടുത്തെ ക്ലാസ്സുകൾക്ക് മുടക്കം. ഞാൻ കോളേജിൽ ടീച്ചിങ് സ്റ്റാഫ് കൂടിയാണ്. അപ്പോൾ അവിടുത്തെ ഒഴിവനുസരിച്ചൊക്കെ ഇടപെടാറുണ്ട്. ഇൻഷാ അല്ലാഹ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.